ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രം കരമന കാരക്ക മണ്ഡപത്തിന് സമീപമായിട്ടാണ്. ഇവിടെ നല്ലൊരു യൂസ്ഡ് വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക്. നമ്മുടെ ഈ ഒരു മെയിൻ റോഡ് എന്ന് പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രം കന്യാകുമാരി മെയിൻ ഹൈവേ റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് വെറും 50 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു യൂസ്ഡ് വീട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഭാസ് സഞ്ഞാറമ്മൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വീട് വാങ്ങി നമുക്ക് മുകളിലത്തെ നിലയും അതുപോലെ തന്നെ താഴത്തെ നിലയും നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് 4 BHK അടങ്ങിയിട്ടുള്ള ഒരു ഹൗസ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് 7.5 സെന്റിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ല ഒരു സ്പേസ് തന്നെ വരുന്നുണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും ഒരു സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ ഈ ഒരു അറ്റം വരെയുള്ള സ്പേസ് ആണ് നമുക്ക് ടോട്ടലി നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കൂടാതെ തന്നെ ഇവിടെ നമുക്കൊരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ബാക്കിലോട്ടും നമുക്ക് നല്ലൊരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ സ്കൂള്, അതുപോലെ തന്നെ കോളേജ്, അതുപോലെ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് കാരക്ക മണ്ഡപം ഗവൺമെന്റ് സ്കൂൾ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ട് നേമം ഹൈസ്കൂൾ വരുന്നുണ്ട്. കൂടാതെ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ നിന്നും ഒരു കിലോമീറ്ററിനകത്ത് മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് ഹോമിയോ കോളേജ് ഇവിടെ നിന്ന് വെറും 200 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു 100-200 മീറ്റർ മാറി തന്നെ നമുക്ക് SBI ബാങ്ക്, അതുപോലെ തന്നെ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ ഇവയെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രിവാൻഡ്രം കന്യാകുമാരി ഹൈവേ റോഡിന് സമീപമായതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ നമുക്ക് ഈ ഒരു വീട് വാങ്ങുന്നതിലൂടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ എല്ലാം നമുക്ക് എപ്പോഴും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിച്ചിടുന്നതിലൂടെ ഹൈ ഒരു വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമുക്കിത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് ബാങ്ക് സൗകര്യമായാലും അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ ഗതാഗതമായാലും ബസ് സൗകര്യമായാലും ഇവയെല്ലാം നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടെന്ന് പറയുന്നത് 7.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ വാട്ടർ ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിണർ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് കോർപ്പറേഷന്റെ പൈപ്പ് കണക്ഷൻ കൂടി നമുക്ക് ഈ ഒരു വീടിന് വരുന്നു. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിന്റെ വുഡിലാണ് കേട്ടോ. നമുക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന തേക്കിന്റെ വുഡിലാണ് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഡോറ് വരുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം.
വിശാലമായിട്ടുള്ള ഒരു ഹാള് തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്ലോർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണ് നമുക്ക് ഈ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നല്ലൊരു വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് താഴത്തെ നിലയിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം, ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു തടിയിൽ തീർത്തിട്ടുള്ള അലമാരയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെയും ഗ്രാനൈറ്റ് ആണ് നമുക്ക് ഇവിടുത്തെ ഫ്ലോറിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഹാളിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ 2 ബെഡ് ഇടാനുള്ള നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ റൂമിന് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു റൂമിനോട് നമുക്ക് ഒരു അലമാര ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓടിത്തത്തിലുള്ള അലമാര വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് കിച്ചൺ ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് താഴ്ഭാഗത്തൊക്കെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലാം തടിയില് ഡോറാണ് വരുന്നത് കേട്ടോ. കൂടാതെ നമുക്ക് മുകൾ ഭാഗത്തും നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വുഡിൽ ചേർത്തിട്ടുള്ള അലമാര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ അടുപ്പ് വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കുറച്ചൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ എല്ലാം സൂക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു സ്റ്റോറേജ് സ്പേസ്, നമുക്ക് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് വർക്ക് ഏരിയ, നമുക്ക് ഈ ഒരു കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് കൂടി നമുക്ക് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വർക്ക് ഏരിയ വരുന്നു. കൂടാതെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കോഴികളോ അതുപോലെ തന്നെ നമുക്ക് പട്ടികളോ ഒക്കെ വളർത്തുന്നതിനൊക്കെ പറ്റിയ കൂട് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് വല്ല കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതിനെങ്കിൽ ചെടികളൊക്കെ വെക്കുന്നതിനും എല്ലാം പറ്റിയ ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലോട്ട് വരുന്നുണ്ട്.
നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിലൂടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് റെന്റ് ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് 2 ഫ്ലോർ വരുന്നുണ്ട്. താഴത്തെ നിലയുമുണ്ട്, മുകളിലത്തെ നിലയുമുണ്ട്. ഇവിടുത്തെ താഴത്തെ നിലയും അതുപോലെ തന്നെ മുകളിലത്തെ നിലയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് റെന്റ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു താഴ്ഭാഗത്തെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ഹാള്, കിച്ചൺ, ഈ ഒരു ഏരിയ നമുക്ക് റെന്റ് ആൾറെഡി റണ്ണിങ്ങിലാണ്. കൂടാതെ തന്നെ മുകൾ ഭാഗത്തും 2 ബെഡ്റൂമും. അപ്പോൾ നമുക്ക് ടോട്ടലി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് റെന്റ് കൊടുക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടോ, നമുക്ക് മെയിൻ റോഡ് ഇത്രയ്ക്ക് അടുത്താണ് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു റോഡെന്ന് പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രം കന്യാകുമാരി മെയിൻ ഹൈവേ റോഡാണ്. ഇവിടെ നിന്ന് ഇത്രയും അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ആയിട്ടാണ് നമുക്ക് 1 ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടേക്കെല്ലാം നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഏരിയയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് മുമ്പ് ഇവിടെ ഹോസ്റ്റലായിട്ട് യൂസ് ചെയ്തിരുന്ന മുകളിലത്തെ റൂമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബെഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ഒരു ബെഡ്റൂമും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് തറ ഇവിടെ ഈ മൊസൈക്കാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ അലമാര തടിയിൽ തീർത്തിട്ടുള്ള നല്ലൊരു അലമാര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റൂമിന് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴായിട്ട് നമുക്ക് ഒരു ബാൽക്കണി ഏരിയ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ, നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. നമ്മുടെ കരമന കാരക്ക മണ്ഡപത്തിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.